നമസ്കാരം. UAE-യിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് പ്രവാസികളുടെ തൊഴിൽ ഭാവിയെ നിർണ്ണയിക്കുന്ന സമയപരിധിയാണ് ഡിസംബർ 31. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സ്വദേശി പൗരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന എമിറൈറ്റൈസേഷൻ അഥവാ സ്വദേശീവൽക്കരണ നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് കനത്ത പിഴയും മറ്റു നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് UAE അറിയിച്ചിരിക്കുകയാണ്. 2026 ജനുവരി 1 മുതൽ പിഴ ഈടാക്കി തുടങ്ങും. ആരാണ് ഈ നിയമങ്ങൾ പാലിക്കേണ്ടത്? പ്രവാസികളുടെ തൊഴിലിനെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. UAE-യിലെ സ്വകാര്യ സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ഈ നിയമത്തിന്റെ സുപ്രധാന വിശദാംശങ്ങൾ ഓരോ പ്രവാസിയും മനസ്സിലാക്കി വെക്കുക. പ്രവാസികൾക്ക് ആശങ്ക നൽകിക്കൊണ്ട് രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എമിറൈറ്റൈസേഷൻ പൂർത്തിയാക്കാൻ UAE മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അന്ത്യശാസനം നൽകിയിരിക്കുന്നു. നിർബന്ധിത സ്വദേശീവൽക്കരണ ലക്ഷ്യങ്ങൾ ഡിസംബർ 31 മുമ്പ് പൂർത്തിയാക്കിയിരിക്കണം. UAE-യിലെ 50-ഓ അതിലധികമോ തൊഴിലാളികളുള്ള സ്വകാര്യ കമ്പനികളെയാണ് ഈ നിയമം പ്രധാനമായും ബാധിക്കുന്നത്. ഈ കമ്പനികൾ മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിൽ ഈ വർഷം അവസാനത്തോടെ 2% സ്വദേശി പൗരന്മാരെ നിയമിച്ചിരിക്കണം. ഇതുകൂടാതെ 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള വളർച്ചാ സാധ്യതയുള്ള മേഖലകളിലെ തെരഞ്ഞെടുത്ത കമ്പനികളും സ്വദേശീവൽക്കരണ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന കമ്പനികൾ 2026 ജനുവരി 1 മുൻപ് ഒരു സ്വദേശി പൗരനെങ്കിലും നിയമിക്കണമെന്നതാണ് വ്യവസ്ഥ. നിർദ്ദേശം പാലിക്കാത്ത കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. പിഴ ചുമത്തുന്നതിനൊപ്പം മന്ത്രാലയത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കമ്പനികളെ തരം താഴ്ത്തുകയും ചെയ്യും. സ്വദേശി പൗരന്മാരെ കണ്ടെത്തി നിയമിക്കുന്നതിനായി നാഫീസ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെടാൻ മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിയമങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നാഫീസ് പ്രോഗ്രാമിന്റെ വിപുലമായ ആനുകൂല്യങ്ങളും എമിറൈറ്റൈസേഷൻ പാർട്ട്നേഴ്സ് ക്ലബ്ബ് വഴിയുള്ള പിന്തുണയും ലഭിക്കും. സ്വകാര്യ കമ്പനികൾ എമിറാത്തി പൗരന്മാരെ നിയമിക്കുന്നതോടെ നിലവിൽ ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ, HR, സെയിൽസ് തുടങ്ങിയ മേഖലകളിലെ പ്രവാസി ജീവനക്കാരാണ് കൂടുതൽ ആശങ്കയിൽ. സ്വദേശി നിയമനം ഉറപ്പാക്കുമ്പോൾ വിദേശ ജീവനക്കാർക്കുള്ള തൊഴിൽ കരാറുകളിലും ഭാവിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയേറെയാണ്. മികച്ച യോഗ്യതയുള്ളവർക്ക് പോലും തൊഴിൽ സുരക്ഷ കുറഞ്ഞേക്കാം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നാണ് UAE. വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനസംഖ്യയിൽ ക്രമാതീതമായ വർധനവുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഇവിടെ ജോലിക്കായി എത്തുന്നുണ്ട്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം UAE-യിൽ മികച്ച ജീവിത നിലവാരം ഉണ്ട് എന്നതാണ്. 200-ലധികം വ്യത്യസ്ത ദേശീയതകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. വിവിധ തരത്തിലുള്ള ഭാഷ, സംസ്കാരം, അങ്ങനെ എല്ലാം കൂടി ഇഴുകിച്ചേർന്ന ഒരു രാജ്യമാണ് UAE. സ്വദേശീവൽക്കരണം വരുമ്പോൾ പാവം പ്രവാസികളെ തന്നെയാണ് അത് പ്രതികൂലമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ വർഷങ്ങളായിട്ട് UAE-യിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾ കേരളത്തിലുണ്ട്. അവരുടെ പ്രവാസി പണം കാത്തിരിക്കുന്ന കുടുംബങ്ങളും ഉണ്ട്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയാൻ സാധിക്കുന്നത് ഈ പ്രവാസി പണം തന്നെയാണ്. കോടിക്കണക്കിന് രൂപയാണ് പ്രവാസികൾ എല്ലാ മാസവും അയക്കുന്നത്. ഈ പ്രവാസി പണത്തിന്റെ ഒഴുക്ക് കുറയുന്നത് ഇവിടെയുള്ള കുടുംബങ്ങളെയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഈ തൊഴിൽ മേഖലയിൽ അടുത്ത വർഷം വരാനിരിക്കുന്ന നിർണായകമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രവാസി ലോകം ചർച്ച ചെയ്യുന്നത്. രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ സ്വദേശി പൗരന്മാരെ കൂടുതൽ നിയമിക്കണമെന്ന എമിറൈറ്റൈസേഷൻ നിയമം പാലിക്കാൻ ഡിസംബർ 31 വരെയാണ് അന്തിമ കാലാവധിയുള്ളത്. ഈ നിർബന്ധിത സ്വദേശീവൽക്കരണ നീക്കം പല മേഖലകളിലെയും പ്രവാസി ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയെ കാര്യമായി തന്നെ ബാധിച്ചേക്കാം.